ഞങ്ങളോട് ഒരുമിച്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഈ എട്ട് നോമ്പിന്റെ 8-ാം തീയതിയുടെ ഈ മധ്യാഹ്നത്തോടടുക്കുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ 9, രണ്ടാമത്തെ നമ്പറും 9, മൂന്നാമത്തെ നമ്പർ 6, 996 ആണ്. 212 രണ്ടാമത്തെ സമ്മാനം അർഹരായ വ്യക്തി 212. ശുദ്ധിമതി നിന്നുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ, നിൻ പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകും. ആർദ്രത നീറവേ ദയനിധിയോടായി ദയയർത്ഥിക്കാം, ദയ ചോദിക്കും. ആത്മാക്കൾ മേൽ ദയവുണ്ടാകാം. വിശുദ്ധിയുടെയും വിനയത്തിന്റെയും വിളനിലമായ പരിശുദ്ധ കന്യക മാതാവേ, സർവശക്തനും പരിശുദ്ധനുമായവൻ നിന്നിൽ മഹാകാര്യങ്ങൾ പ്രവർത്തിച്ചതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. നിന്റെ ഉള്ളം കർത്താവിനെ സ്തുതിക്കുകയും നിന്റെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുകയും അവൻ നിന്റെ വിനയത്തെ കടാക്ഷിക്കുകയും ചെയ്തതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. നിന്റെ നിർമ്മല ഗർഭപാത്രത്തിൽ സ്വർഗീയ സൂര്യനെ സ്വീകരിക്കുകയാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. തന്റെ ഉള്ളം കയ്യിൽ സൃഷ്ടിയെ വഹിച്ചിരിക്കുന്നവനെ ഉദരത്തിൽ വഹിക്കുകയും കൈകളിൽ താലോലിക്കുകയും ചെയ്തതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. അഹറോന്റെ തളിർത്ത വടിയാലും ഏലീശായുടെ പുതിയ കുടത്താലും ദൃഷ്ടാന്തീകരിക്കപ്പെട്ടവളെ നീ ഭാഗ്യവതിയാകുന്നു. മുൾപ്പടർപ്പിൽ അധിവസിക്കുകയും മുൾപ്പടർപ്പ് ദഹിക്കാതിരിക്കുകയും ചെയ്ത പ്രകാരം നിന്റെ കന്യാവ്രതമുദ്രയ്ക്ക് ഭംഗം കൂടാതെ ദൈവപുത്രന് ജന്മം നൽകിയതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. എല്ലാ തലമുറകളും നിന്നെ വാഴ്ത്തുന്നതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. സകലത്തിന്റെയും സൃഷ്ടാവായവന്റെ മാതാവാകിയാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. പുരുഷ സ്പർശമേൽക്കാതെ അത്ഭുതകരമായി അത്ഭുതത്തെ പ്രസവിച്ച
അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. മനുഷ്യവർഗത്തിൻ്റെ സാർവത്രിക മാതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. ഉന്നത സിംഹാസനത്തിന്മേൽ തേജസ്സിൽ പ്രബലപ്പെട്ടിരിക്കുന്നവനെ നിന്റെ മടിയിൽ സംരക്ഷിച്ചതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും അഴകും അഭിമാനവുമാകിയാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. അഗ്നിമയന്മാരുടെ നാഥൻ നിന്റെ പക്കൽ വെളിപ്പെട്ടതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. തന്നിൽ സ്ഥിതി ചെയ്ത നിക്ഷേപത്താൽ സർവലോകത്തെയും ഐശ്വര്യപ്പെടുത്തിയതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. ലോകത്തിന്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ വഹിച്ചതിനാൽ അമ്മേ നീ ഭാഗ്യവതിയാകുന്നു. അനശ്വരനായവൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ദൈവപ്രവർത്തനം നടത്തി ആശീർവാദത്തിന് ശേഷം 24 അമ്മയുടെ ജനന പെരുന്നാളിന്റെ അവസാന നിമിഷത്തിൽ ആ സൂര്യനെ ഒരിക്കൽ കൂടി ദർശിക്കുവാനും ആ സൂര്യ ആത്മീയമായി റാസയിലെ ഈ ദേശത്തെ പ്രാർത്ഥിച്ചാലും സൗഭാഗ്യവതി, പ്രാർത്ഥിച്ചാലും നിൻ പ്രാർത്ഥനയാൽ നാഥൻ പുണ്യം നൽകിയിടട്ടെ. ചൊന്നീട്ടേരിതീമയനാം ദൂതൻ ചൊന്ന കന്യാത്വത്തിൽ നീയാത്മജനെ പ്രസവിച്ചിടും.
ഇന്നേരം നീ വിസ്മയമേറും ഗർഭം പേറി ശാശ്വതരാജ്യം വാഴും പ്രജയെ പ്രസവിച്ചിടും. 9 മാസം നിന്നേറ്റോ തൻ പ്രാർത്ഥനയാ ദൈവാത്മജനേ കോപത്തിൻ ദണ്ഡൊഴിവാക്കേണം. പ്രാർത്ഥിച്ചാലും സൗഭാഗ്യവതി പ്രാർത്ഥിച്ചാലും നിൻ പ്രാർത്ഥനയാൽ നാഥൻ പുണ്യം നൽകിയിടട്ടെ. മാതാവേ നിനക്ക് സമാധാനം. ദൈവത്തിന്റെ ആലയമായ മാതാവേ നിനക്ക് സമാധാനം. പരിശുദ്ധ തൃത്വത്തിന്റെ ശോഭയുള്ള ശൂശാന പുഷ്പമായ മാതാവേ നിനക്ക് സമാധാനം. സ്വർഗസേനകൾക്ക് അംഗീകാരയോഗ്യമായ പനിനീർ പുഷ്പമായ മാതാവേ നിനക്ക് സമാധാനം. കന്യകമാരിൽ കന്യകയായ മാതാവേ നിനക്ക് സമാധാനം. ബലമുള്ള കന്യകയായ മാതാവേ നിനക്ക് സമാധാനം. വിനയം നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം. സ്വർഗീയ രാജാവ് തിരുമനസ്സോടെ നിന്നിൽ നിന്നും ജനിക്കുകയും നിന്റെ മുലപ്പാൽ കുടിക്കുകയും ചെയ്ത മാതാവേ നിനക്ക് സമാധാനം. സഹദേന്മാരുടെ രാജ്ഞിയായ മാതാവേ നിനക്ക് സമാധാനം. കഷ്ടതകളാകുന്ന കത്തികൊണ്ട് കുത്തുകൊണ്ട മാതാവേ നിനക്ക് സമാധാനം. സൃഷ്ടികളുടെ നാഥയും ഗുരുനാഥയുമായ മാതാവേ നിനക്ക് സമാധാനം. ആകാശത്തിലും ഭൂമിയിലും കാര്യനിവൃത്തിക്ക് പ്രാപ്തി ലഭിച്ചിട്ടുള്ള മാതാവേ നിനക്ക് സമാധാനം. വളരെ കരുണയുള്ള മാതാവേ നിനക്ക് സമാധാനം. വിസ്മയനീയമായ മാതാവേ നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിനക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട മാർ യൗസേഫ് അനുഗ്രഹീതനാകുന്നു. നിന്റെ പിതാവായ യുയാക്കീം അനുഗ്രഹീതനാകുന്നു. നിന്റെ മാതാവായ ഹന്ന അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനായ മാർ യൂഹാനോ അനുഗ്രഹീതനാകുന്നു. നിന്നോടറിയിച്ച മോർ ഗബ്രിയേൽ അനുഗ്രഹീതനാകുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ആദിന്തമില്ലാത്ത പിതാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്നെ സ്നേഹിച്ച നിന്റെ പുത്രനായ യേശുമശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്നെ നിയമിച്ച പരിശുദ്ധ റൂഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാഗ്യമുള്ള കന്യകയായ മാതാവേ, നിന്നെ പ്രിയപ്പെടുന്ന എല്ലാവരും നിന്നെ പുകഴ്ത്തുന്നു. നിത്യകന്യകയായ മാതാവേ, നിന്റെ വത്സല പുത്രനോടുകൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപ നിറഞ്ഞവളും സ്ത്രീകളിൽ അനുഗ്രഹീതയും ദൈവമാതാവുമായ മർത്തമറിയമേ, നിന്നോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ നീ മറന്നുകളയരുതേ.
പ്രാർത്ഥിച്ചാലും നിൻ പ്രാർത്ഥനയാൽ നാഥൻ പുണ്യം നൽകിയിടട്ടെ.